നമസ്കാരം. പിണറായിക്ക് ശേഷം പാർട്ടി പിരിച്ചുവിടും. എം.വി. ജയരാജനെ അണികൾ തന്നെ പഞ്ഞിക്കിടുകയാണ്. CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം പിണറായിയിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്ന് പറയപ്പെടുന്ന ചില അന്തംകമ്മികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത്. പിണറായിയുടെ കാലശേഷം അപ്പോൾ ഈ പാർട്ടി ഇല്ലേ? CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ അതോടുകൂടി പിരിച്ചുവിടുമോ? ഇതൊക്കെ സംശയത്തോടു കൂടി ചോദിക്കുന്ന ചില നമ്മുടെ സഖാക്കളുണ്ട്, ചില അണികളുണ്ട്. അവർക്ക് ഉത്തരം കൊടുക്കാം. ഇതെന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഈ CPM-ന്റെ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന തളിപ്പറമ്പ് MLA ആയിട്ടുള്ള TK ഗോവിന്ദനുണ്ട്. അതുപോലെ തന്നെ പയ്യന്നൂരിന്റെ MLA ആയിട്ടുള്ള V കുഞ്ഞികൃഷ്ണനായിട്ടുണ്ട്. ഇവർക്കെതിരെയൊക്കെ രാഷ്ട്രീയ ചോദ്യങ്ങളുമായിട്ട് മറ്റൊരാൾ എത്തുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള MV ജയരാജൻ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പറയുന്നത്. തരം കിട്ടുമ്പോഴെല്ലാം CPM-നെ കുറ്റപ്പെടുത്തുന്ന 2 MLA-മാരോടും ചില ചോദ്യങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ്. ആ കുറിപ്പിൽ ഈ നിലവിലെ UDF സർക്കാരിന്റെ നയങ്ങളെയും കോൺഗ്രസ് നേതൃത്വത്തെയൊക്കെ മുൻനിർത്തി അദ്ദേഹം 10 ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ CPM-നെതിരെ കുതിര കയറാൻ വരുന്നതിന് മുൻപ് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുവാൻ MLA-മാർ തയ്യാറാകണമെന്ന് വിനയപുരസരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് MV ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: CPIM-ന് ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലെന്ന് പറഞ്ഞ് ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ള കോൺഗ്രസിനോടൊപ്പം ചേർന്നപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും മുമ്പ് രണ്ടുപേരോടും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം തേടിയോ? ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണോ അഭിപ്രായം? ഒന്നാമത്തെ ചോദ്യം. അതിന് അവർ ഉത്തരം കൊടുക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം: സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ മേൽ പഴിചാരി സംസ്ഥാന കമ്മിറ്റി രക്ഷപ്പെട്ടു എന്ന പച്ച നുണ പറഞ്ഞു തന്ന നുണകളുടെ രാജാവായിട്ടുള്ള മുഖ്യമന്ത്രിയാണോ? മൂന്നാമത്തെ ചോദ്യം: വർഗീയതയോടുള്ള രണ്ടുപേരുടെയും സമീപനം എന്താണ്? നിങ്ങളിൽ ഒരാൾ സ്ഥാനാർത്ഥിത്വം സ്വന്തമായി പ്രഖ്യാപിച്ചപ്പോൾ വർഗീയ കക്ഷികൾ ഒഴിച്ചുള്ളവരുടെ പിന്തുണ സ്വീകരിക്കുമെന്നായിരുന്നു പറഞ്ഞതെന്ന് ഓർക്കുമല്ലോ. നാലാമത്തത്: ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനമായിട്ടുള്ള 21,000 രൂപ ആശമാർക്ക് നൽകാത്തതിനെതിരെ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കുമോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: KSRTC-യിൽ തീർത്ഥാടന യാത്ര, ടൂറിസം യാത്ര എന്നിവ ഉൾപ്പെടെ എല്ലാ യാത്രകൾക്കും എല്ലാ ബസ്സുകളിലും എല്ലാ സ്ത്രീകൾക്കും സൗജന്യമെന്ന വാഗ്ദാനം നൽകി സ്ത്രീകളെ കബളിപ്പിച്ചതിനെതിരെ പത്രസമ്മേളനം നടത്തുന്നു. ആറാമത്തത്: അദാനി ഗ്രൂപ്പിന്റെ ഫ്ലൈറ്റിൽ ദുരൂഹമായിട്ടുള്ള മംഗലാപുരം യാത്രയെക്കുറിച്ചും NDA കക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയും ചെയ്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേദിയെ ഒരു മതത്തിന്റെ ദേവതകളെ മാത്രം പ്രകീർത്തിക്കുന്ന വന്ദേമാതരം ചൊല്ലിയത് ശരിയാണോ എന്നുള്ള ഏഴാമത്തെ ചോദ്യം. ന്യൂനപക്ഷ വോട്ടുകൾ വെട്ടിക്കളയാൻ ലക്ഷ്യമാക്കി കൊണ്ടുവന്ന ISR കേരളത്തിൽ നടപ്പാക്കാൻ നേതൃത്വം കൊടുത്തയാളെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കിയതും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന മഹത്തായ സന്ദേശം മലയാളികളെ ഉത്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പരിഭാവനമാർന്ന കേന്ദ്രമായിട്ടുള്ള ശിവഗിരിയിൽ വർഗീയവാദിയായിട്ടുള്ള നരേന്ദ്രമോദിയെ ക്ഷണിച്ചപ്പോൾ നടന്ന പ്രതിഷേധ സമരം തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത TK ഗോവിന്ദൻ മാസ്റ്ററും പയ്യന്നൂരിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്ത V കുഞ്ഞികൃഷ്ണനും അന്ന് മോദിയെ ക്ഷണിച്ചതിനെ ന്യായീകരിച്ച സംഘിപുത്രനെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആക്കിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത് എട്ടാമത്തെ ചോദ്യം. ഇനി അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. MG യൂണിവേഴ്സിറ്റി VC-ആയി സംഘപരിവാർ നേതാവിനെയും 19 RSS-കാരെ സെനറ്റ് അംഗങ്ങളാക്കിയത് നിയമിച്ചത് ശരിയാണോ? ഇനി 10ാമത്തെ ചോദ്യം. KSEB-യും KSRTC-യും വാട്ടർ അതോറിറ്റിയും സ്വകാര്യവൽക്കരിക്കുമെന്നും കിഫ്ബി മുഖേനയുള്ള വികസന പദ്ധതികൾ നിർത്തലാക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിനെതിരെ നിയമസഭയിൽ കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവരുമോ? പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ മുൻ MLA-മാരും LDF സർക്കാരും അനുവദിച്ച വികസന പദ്ധതികൾ പൂർത്തീകരിക്കുമോ? അല്ല മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ അത് നിർത്തലാക്കുമോ? ഈ ചോദ്യങ്ങളെല്ലാം ആണ് ശ്രീ MV ജയരാജൻ ചോദിച്ചിരിക്കും. അപ്പൊ പറയുന്നതാണ്, ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിട്ട് പോരെ CPM-ന്റെ മേൽ കുതിര കയറാൻ? എന്റെ MV ജയരാജൻ സഖാവേ, നിങ്ങൾക്ക് ഇതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത്? ജനങ്ങൾ 102 സീറ്റിൽ UDF-ന് അധികാരത്തിലെത്തുകയും 35 സീറ്റിൽ നിങ്ങളെ ഈ ഒരു കുഴിക്കുള്ളിലാക്കുകയും ചെയ്തിട്ടും മനസ്സിലായില്ലേ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾക്ക് എന്ത് മറുപടിയായി തരേണ്ടതെന്ന്? ആ മറുപടി തരേണ്ടത് ഈ പറയുന്ന TK ഗോവിന്ദനോ കുഞ്ഞികൃഷ്ണനോ അല്ല, ജനങ്ങളാണ്. അവർ കൃത്യമായിട്ട് മറുപടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ വായ അടച്ചു വെച്ച് മിണ്ടാതിരിക്കാൻ നോക്കും, മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇനി ജനങ്ങൾ പൊങ്കാലയിട്ട് നിങ്ങളെ അവസാനിപ്പിക്കും. അപ്പൊ ഇവിടെ തരം കിട്ടുമ്പോഴെല്ലാം CPM-നെ കുറ്റപ്പെടുത്തുന്ന 2 MLA-മാരോടും 10 ചോദ്യങ്ങളുമായിട്ടാണ് MV ജയരാജൻ വന്നത്. എന്നാൽ പിണറായിക്ക് ശേഷം പാർട്ടി വേണ്ടേ? ഗൗരിയമ്മയെ ഒതുക്കിയതുപോലെ ശൈലജ ടീച്ചറെ പാർട്ടി നേതൃത്വം ഒതുക്കുകയാണോ? വീണയുടെ വീട്ടിൽ ED വന്നാൽ പാർട്ടിക്ക് എന്താ കാര്യം? എന്നിങ്ങനെ മറുചോദ്യങ്ങളുമായിട്ട് പാർട്ടി അണികൾ CPM നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സഖാക്കളുടെ കൂട്ടപ്പൊരിച്ചിൽ നടത്തുകയാണ്. ജയരാജ, നിങ്ങളെ പഞ്ഞിക്കിടുകയാണ് അണികൾ. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള പ്രസ്താവനകൾ പിൻവലിക്കുക. ഇങ്ങനെയൊന്നും പറഞ്ഞ് അണികളെ
പ്രോത്സാഹിപ്പിക്കരുത്, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് തെറി വിളിക്കുന്ന തരത്തിലേക്കുള്ള പ്രേരണ നൽകരുത്. ഇത് ശരിയല്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ മേൽ പഴിചാരി സംസ്ഥാന കമ്മിറ്റി രക്ഷപ്പെട്ടു എന്ന പച്ച നുണ പറഞ്ഞത് നുണകളുടെ രാജാവായിട്ടുള്ള മുഖ്യമന്ത്രിയാണോ എന്നും CPIM-ന് ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലെന്ന് പറഞ്ഞ് ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ള കോൺഗ്രസിനോടൊപ്പം ചേർന്നപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും മുമ്പ് രണ്ടുപേരോടും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം തേടിയോ എന്നൊക്കെ കുറിപ്പിൽ MP ജയരാജൻ ചോദിച്ചു. കൊടുത്തിരിക്കുന്ന 10 ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിട്ട് പോരെ CPM-ന്റെ മേൽ കുതിര കയറാൻ എന്നുകൂടി MP ജയരാജൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായ മറുപടി അവർ നൽകിക്കൊള്ളും. മാത്രമല്ല, CPM വിട്ട് UDF പാളയത്തിലെത്തി പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച TK ഗോവിന്ദൻ, D കുഞ്ഞികൃഷ്ണൻ എന്നീ MLA-മാർക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ച MP ജയരാജന് ഇപ്പോ സ്വന്തം അണികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും നേരിടേണ്ടി വരുന്നത് കടുത്ത സൈബർ ആക്രമണവും വിമർശനങ്ങളുമാണ്. ഉൾപാർട്ടി ജനാധിപത്യം, UDF സർക്കാരിന്റെ നയങ്ങൾ, ഉദ്യോഗസ്ഥ നിയമനങ്ങൾ, പൊതുമേഖലാ സ്വകാര്യവൽക്കരണം തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് CPM-ന്റെ മേൽ കുതിര കയറാൻ വരുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ എന്ന ഭാവത്തിലായിരുന്നല്ലോ ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ രാഷ്ട്രീയ എതിരാളികളെ പ്രതിരോധത്തിലാക്കുവാൻ ഉദ്ദേശിച്ച പോസ്റ്റിന് താഴെ സ്വന്തം പാർട്ടി നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിനും പിഴവുകൾക്കുമെതിരെ അണികൾ തന്നെ കൂട്ടത്തോടെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നുകൂടി ഓർക്കുക ജയരാജൻ സഖാവെ. ജയരാജന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് സഖാക്കൾ തന്നെ തിരിച്ചുന്നയിക്കുന്ന ചോദ്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. പിണറായിക്ക് ശേഷം പാർട്ടി വേണ്ടേ? വലിയ ചോദ്യമല്ലേ. ഗൗരി എന്നെ ഒതുക്കിയതുപോലെ ശൈലജ ടീച്ചറെ പാർട്ടി നേതൃത്വം ഒതുക്കുകയാണോ? കൃത്യമല്ലേ. സംസ്ഥാന സെക്രട്ടറിയേക്കാൾ മുകളിലാണോ മുഖ്യമന്ത്രിയുടെ സ്ഥാനം? അതും കറക്റ്റ് അല്ലേ. അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. മുഖ്യമന്ത്രി എല്ലാവർക്കും മുകളിലാണോ? ആയിരുന്നു. സംസ്ഥാന സെക്രട്ടറി പാർട്ടി ക്ലാസുകളിൽ മാത്രം പങ്കെടുക്കേണ്ട ആളാണോ? അതോ AK സെന്ററിലെ വിടുപണി ചെയ്യുന്ന ആളാണോ? ഗൗരി എന്നെ ഒതുക്കിയ പോലെ ശൈലജ ടീച്ചറെ പാർട്ടി നേതൃത്വം ഒതുക്കുന്നത് എന്തിനാണ്? പിണറായിക്ക് ശേഷം ഈ പാർട്ടി വേണ്ടാത്തതാണോ? ഈ പാർട്ടിയെ പിരിച്ചുവിടേണ്ടതാണോ? ഇത്തരത്തിലുള്ള അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് MP ജയരാജൻ. അതിനുത്തരം പറയും. ബാക്കിയുള്ള 10 ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ മറ്റുള്ള ജനങ്ങൾ പറഞ്ഞോളും. അതിന് ഈ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനൊന്നും വേണ്ട. മനസ്സിലായില്ലേ? അവർക്ക് പറയാനുള്ളത് ജനങ്ങളിലൂടെ അവർ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഈ തിരിച്ചണികൾ ചോദിച്ച ചോദ്യത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ നേതാക്കൾ ഇടുന്ന പോസ്റ്റുകളും അതിന് താഴെ വരുന്ന ജനങ്ങളുടെ യഥാർത്ഥ പ്രതികരണങ്ങളും തങ്ങൾ വായിക്കാറുണ്ട് എന്നും, എന്നാൽ ഇത്തരം പൊതുവികാരങ്ങളോട് എപ്പോഴും മറുപടി പറയാൻ ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തയ്യാറായിട്ടുണ്ടോ എന്നുകൂടി ആണെങ്കിൽ ചോദിക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ED ചോദ്യം ചെയ്താൽ പാർട്ടിക്ക് എന്താണ് കാര്യമെന്നും, വിവാഹശേഷം ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലല്ലേ അവർ താമസിക്കേണ്ടത് എന്നും, ED വരേണ്ടത് വീണയുള്ള വീട്ടിലാണ് എന്നും ഉള്ള കടുത്ത പരിഹാസങ്ങളും കമന്റുകളിൽ വരുന്നുണ്ട്. അതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ ജയരാജൻ സഖാവെ? ചുമ്മാ വിടുവായത്തരം പറയരുത്. ജയരാജൻ ഉന്നയിച്ച 10 ചോദ്യങ്ങൾക്കുള്ള ഏറ്റവും കൃത്യമായ മറുപടി സാധാരണക്കാരെ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്ത് MLA-മാരാക്കിയത് വഴി നൽകിക്കഴിഞ്ഞു എന്നാണ് ഭൂരിഭാഗം പേരും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് MLA-മാരോടല്ല, മറിച്ച് CPM-ന്റെ ഉറച്ച കോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്വന്തം പാർട്ടി ചിഹ്നം പോലും മറന്ന് വോട്ട് മറിച്ച അടിയുറച്ച പാർട്ടി സഖാക്കളോടാണ് എന്ന് അണികൾ ഓർമ്മിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് അവർ ചെയ്തതാണ് ശരിയെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ നിയമസഭയിലെത്തിയത്. നേതാക്കളുടെ ധിക്കാരവും ധാർഷ്ട്യവും ജനങ്ങളുള്ള പരിഹാസവും മടുത്തത് കൊണ്ടാണ് ജനങ്ങൾ പാർട്ടിക്ക് വൻ തിരിച്ചടി നൽകിയത് എന്ന് പ്രവർത്തകർ തുറന്നടിക്കുകയാണ്. മുൻപ് LDF ഭരണകാലത്ത് PV അൻവർ, അഹമ്മദ് ദേവർഗോവിൽ, ഗണേഷ് കുമാർ എന്നിവരോട് ചോദിച്ചിട്ടാണോ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് എന്നും 2021 പ്രഖ്യാപിച്ച 2500 രൂപ ക്ഷേമ പെൻഷനും 25 ലക്ഷം പേർക്ക് തൊഴിലും പ്രവാസികൾക്കുള്ള സഹായങ്ങളും എവിടെ പോയെന്നും ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. മറുപടി ഉണ്ടോ സഖാവെ? സഖാവ് ജയരാജോ, എന്തെങ്കിലും ഒരു മറുപടി പറയൂ. പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള സഖാക്കളുടെ വികാരങ്ങൾ മുകളിലുള്ള നേതാക്കളിലേക്ക് എത്തുന്നില്ല എന്ന കടുത്ത യാഥാർത്ഥ്യവും കമന്റുകളിൽ സജീവ ചർച്ചയാകുന്നുണ്ട്. പാർട്ടിയിൽ പെട്ടിതൂക്കികളായി മാറുന്ന ഒരു വിഭാഗം സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് തെറ്റായ റിപ്പോർട്ടുകളാണ് നൽകുന്നത്. ഈ അഹങ്കാരവും തുടർച്ചയായ ഭരണത്തിന്റെ ഹുങ്കും വെച്ച് കോടികളുടെ PR വർക്കുകൾ നടത്തി വീണ്ടും അധികാരം പിടിച്ചെടുക്കുവാൻ നടന്ന നേതാക്കളെ ജനങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് ഇറങ്ങി വന്നതാണ് വളരെ കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ അണികളുടെ വിമർശനം എന്ന് പറയപ്പെടുന്നത്. പാർട്ടിയുടെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അവഗണിച്ച ആ 2 പേരെ ഇന്ന് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളാക്കി നിയമസഭയിലേക്ക് അയച്ചു കഴിഞ്ഞു. ആദ്യം നമ്മുടെ മുഖം ശരിയാക്ക് സഖാവെ. ജനത്തിന്റെ സാമാന്യ ബുദ്ധിയെ നേതാക്കൾ ഇങ്ങനെ വെല്ലുവിളിക്കരുത്. ഇത് മറ്റാരുമല്ല പറയുന്നത്, ഈ പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവനും രക്തവും ചീന്തിയ എളിയ സഖാക്കൾ പറയുന്നതാണ്. അത് കേൾക്കാൻ എവിടെ ഈ MP ജയരാജനെ പോലുള്ള നേതാക്കൾക്ക് സമയം? ഇവിടെ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ സുഖശീതളമേൽ കഴിഞ്ഞപ്പോൾ ജനങ്ങളെ മറന്നുപോയ, സ്വന്തം സഖാക്കളെ മറന്നുപോയ, സ്വന്തം അണികളെ മറന്നുപോയ നേതാക്കളല്ലേ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ ഇപ്പോഴും ബാക്കിയാകുന്നത്? അതുകൊണ്ടാണ് ജനങ്ങൾ ചോദിക്കുന്നത് പിണറായിക്ക് ശേഷം ഈ പാർട്ടി പിരിച്ചുവിടാൻ പോകുന്നുണ്ടോ?
പിണറായിക്ക് ശേഷം CPM എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി ഇവിടെ അധികാരത്തിൽ വേണ്ടേ, അല്ലെങ്കിൽ നിലവിൽ വേണ്ടേ, നിലനിൽക്കണ്ടേ? ശൈലജ ടീച്ചറിനെ പോലുള്ളവരെ, അല്ലെങ്കിൽ അതുപോലെ ഈ പാർട്ടിയോട് കൂറ് കാണിക്കുന്നവരെ, ഇപ്പൊ TK ഗോവിന്ദനാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും ഒക്കെ അവരുടെ രക്തത്തിൽ ഇന്നും അലിഞ്ഞു ചേർന്നിരിക്കുന്നത് CPM എന്ന് പറയപ്പെടുന്ന, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയപ്പെടുന്ന വികാരമാണ്. ആ വികാരത്തിനെ തിരിച്ചറിയാൻ കഴിയാതായി പോയത് പാർലമെന്ററി ജനാധിപത്യത്തോട് പിണറായിക്കും പിണറായിയുടെ ബാക്കിയുള്ള നേതാക്കൾക്കും സഖാക്കൾക്കും തോന്നിയ ആക്രാന്തമാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങൾക്കെതിരെ ഈ വിധി എഴുതിയതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. MP ജയരാജനെ ഇനിയും ജനങ്ങൾ പഞ്ഞിക്കിട്ടുകൊണ്ടേയിരിക്കും.